പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം പ്രഭാതത്തിൽ ഉയർത്തപ്പെടുമാറാകട്ടെ. വിവിധ ഇടങ്ങളിൽ നിന്നായി ഈ മോർണിംഗ് വോയിസ് ഓഫ് ഗോഡ് എന്ന പ്രഭാത പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തൃദാസന്മാർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വന്യ പരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾ സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ അതിവേഗം നിങ്ങളുടെ കരങ്ങളിൽ ഏറ്റുവാങ്ങുന്ന മണിക്കൂറുകളാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ വേഗം ഒരു ലഘു സന്ദേശം നിങ്ങളുമായി പങ്കുവച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് വിലപ്പെട്ട ശ്രദ്ധയെ തിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് എല്ലാവർക്കും സുപരിചിതമായൊരു വേദവാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. ബൈബിളുള്ള പ്രിയപ്പെട്ടവർ ബൈബിൾ തുറന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 38. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൂതൻ അവളെ വിട്ടുപോയി. ഇവിടെ ലൂക്കോസ് തൻ്റെ ചരിത്രം ചമയ്ക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ് താൻ ഇവിടെ ചമയ്ക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയെക്കുറിച്ച് താൻ രേഖപ്പെടുത്തിയ ചില വാക്മൊഴികളിൽ ഒന്നാണ് നമ്മൾ വായിച്ചത്. മറിയ എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ഒരു സ്ത്രീയാണ്. നാം മറിയെ ആരാധിക്കുന്നില്ല, പക്ഷെ നാം ബഹുമാനിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. കാരണം യേശുവിന് ഈ ഭൂമിയിലേക്ക് വരുവാൻ മുഖാന്തരമായി തീർന്ന ഒരു സഹോദരിയാണ്, ഒരു സ്ത്രീ ഭാജനമാണ് മറിയ. അതുകൊണ്ട് തന്നെ മറിയയുടെ ജീവിതം വ്യക്തമായ ദൈവിക നിയോഗങ്ങളോടുകൂടിയുള്ള ജീവിതമാണ്. സ്തോത്രം. വേദപുസ്തകത്തിൽ ബൈബിൾ ആരംഭിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സ്ത്രീ കാരണം മാനവകുലത്തിന്റെ എല്ലാം ജീവൻ നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു. ആദ്യത്തെ മാതാവായ ഹൗവായിൽ നിന്ന് അവളിലൂടെ പാപം മാനവകുലത്തിലേക്ക് വന്ന നിമിത്തം മാനവകുലത്തിൻ്റെയൊക്കെ ആത്മീക ജീവൻ നഷ്ടപ്പെടുന്നതായി കാണുന്നു. ഹൗവയാണ് ആദ്യം പാപം ചെയ്യുന്നത്, പിന്നീട് ആദമിലേക്ക് അത് മാറ്റപ്പെടുന്നു. എന്നാൽ ഒരു സ്ത്രീയിലൂടെ മാനവകുലത്തിന്റെ മുഴുവൻ ജീവൻ സാത്താൻ അപഹരിച്ചപ്പോൾ മറ്റൊരു സ്ത്രീയിലൂടെ സമൃദ്ധിയായ ജീവൻ ലോകത്തിന് കൊടുക്കാൻ ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഹൗവ എന്ന സ്ത്രീയിലൂടെ സാത്താൻ മാനവകുലത്തിന്റെ ജീവൻ അപഹരിച്ചപ്പോൾ മറിയ എന്ന മറ്റൊരു സ്ത്രീയിലൂടെ സമൃദ്ധിയായ ജീവൻ ലോകത്തിന് കൊടുക്കാൻ തൻ്റെ പുത്രനെ അയക്കുന്ന സ്വർഗത്തിന്റെ പദ്ധതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ ഹൗവായിലൂടെ മാനവകുലം മുഴുവൻ മരണത്തിലേക്ക്, ആത്മീക ജീവൻ നഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് പോകുമ്പോൾ പുതിയ നിയമം ആരംഭിക്കുന്ന ആരംഭ പുസ്തകമായ സുവിശേഷങ്ങളിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ
മറിയയിലൂടെ സമൃദ്ധിയായ ജീവന് വേണ്ടി യേശു ക്രിസ്തുവിനെ ഒരു ഭൂമിയിലേക്ക് വരാനുള്ള വഴി വെട്ടിത്തുറക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഒരു കാര്യം വളരെ വ്യക്തമാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഈ പ്രവചന ശബ്ദം യെശയ്യാ പ്രവാചകൻ BC 750 പറഞ്ഞ സമയം മുതൽ ആയിരക്കണക്കിന് സ്ത്രീകൾ കാത്തിരിക്കുകയാണ് ഈ കൃപയെ ഉദരത്തിൽ ചുമക്കുവാൻ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു, പ്രവചനം നിവർത്തിക്കപ്പെടാതെ കാലങ്ങൾ പുറകോട്ട് പോയപ്പോൾ പ്രവാചകൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണെന്ന് കരുതി പല സ്ത്രീകളും അവരുടെ യോഗ്യത നഷ്ടപ്പെടുത്തി അവർ വിവാഹത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മറിയയ്ക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അവളുടെ വീട്ടുകാർ അവർക്ക് യോസഫ് എന്ന ഒരു നീതിമാനായ മനുഷ്യനെ കൊണ്ട് നല്ല ഒരു വിവാഹബന്ധം വന്നപ്പോൾ അത് ഉറപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അവളുടെ വിവാഹം നടക്കും. കന്യക എന്നുള്ള യോഗ്യത നഷ്ടപ്പെടും. ഈ കൃപയെ ഉദരത്തിൽ ചുമക്കാൻ കഴിയാത്ത ഒരനുഭവം ഉണ്ടാകും. എന്നാൽ അവളുടെ യോഗ്യത നഷ്ടപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവളുടെ വീട്ടിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, നീ ചുമക്കേണ്ട ദൈവകൃപയെ, നീ ചുമക്കേണ്ട ശുശ്രൂഷയെ നിന്നിൽ വെളിപ്പെടുന്നതിന് മുൻപ് അത് ചുമക്കാനുള്ള നിന്റെ യോഗ്യതയെ നഷ്ടപ്പെടുത്താൻ സാത്താൻ സകല പദ്ധതികളും ഒരുക്കുമ്പോൾ നിന്റെ യോഗ്യത നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിന്റെ മേൽ കൃപ പകരുന്നൊരു ദൈവം, നിന്റെ മേൽ അസാധാരണകരമായ ചിലത് പകർന്നതിനെ ഉപയോഗിക്കാൻ പദ്ധതി ഒരുക്കുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് ദൈവാത്മാവ് രാവിലെ ഇടപെടുന്നത്. സ്തോത്രം. ദൂതൻ ഇറങ്ങി വന്ന് അവളോട് പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അവിടെ വെച്ച് ദൂതനും മറിയയും തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. ദൂതൻ അവളോട് പറയുന്നു, നീ ഒരു പുരുഷ പ്രജയെ നിന്റെ ഗർഭപാത്രത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും. അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥം ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതനാകും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം കൊടുക്കും. വലിയൊരു പ്രൊഫസികളൊക്കെ ദൂതൻ പറഞ്ഞപ്പോൾ മറിയ ചോദിച്ചു, പുരുഷനെ അറിയാത്ത എന്നിൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് ഇവളുടെ വിശ്വാസത്തിന് ഒരു കാര്യം കൂടെ പറഞ്ഞു. നിന്റെ ചാർച്ചക്കാരിയായിരിക്കുന്ന എലിസബത്തിന് വാർദ്ധക്യമാണല്ലോ, പക്ഷെ അവൾ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നൂടെ ഇവളുടെ ഉറപ്പിന് പറയുന്നു. സ്തോത്രം. ഇത് കേട്ടപ്പോൾ മറിയ ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്കാണ് നാം വായിച്ച കുറുവാക്യം, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നിങ്ങൾ ഓർത്തു നോക്കണം, മറിയ ഈ ദൂതനിൽ നിന്ന് ഈ ദൈവശബ്ദം കേട്ട കാലഘട്ടം വളരെ ഗൗരവമുള്ളൊരു കാലഘട്ടമാണ്. കാരണം വേദപുസ്തക ചരിത്രത്തിൽ തന്നെ ഒരു ഇരുണ്ട കാലഘട്ടമെന്നാണ് ഈ കാലഘട്ടത്തെ വിളിക്കാൻ കഴിയുന്നത്. ദൈവശബ്ദമില്ലാത്ത പ്രവാചക ശബ്ദങ്ങൾ നിലച്ചുപോയൊരു കാലഘട്ടം. റോമൻ ആധിപത്യത്തിന്റെ കീഴിൽ ഇസ്രായേൽ വലയുന്ന ഒരു കാലഘട്ടം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഏറ്റവും ഞെരുക്കത്തിലൂടെ പോകുന്നൊരു കുടുംബം, അതേ മറിയയുടെ കുടുംബം എന്ന് വേദചിന്തകന്മാർ വിളിച്ചു പറയുന്നു. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ, പ്രവാചക ശബ്ദങ്ങൾ നിലച്ചുപോയ ദൈവശബ്ദമില്ലാത്ത കാലഘട്ടത്തിൽ, റോമനാധിപത്യത്തിന്റെ കീഴിൽ ഇസ്രായേൽ വലയുന്ന, ദാരിദ്ര്യം കൊടകുത്തുന്ന കാലഘട്ടത്തിൽ ഇതാ മറിയയുടെ വീട്ടിൽ മാത്രം ദൈവശബ്ദം മുഴങ്ങുകയാണ്. ഇന്ന് രാവിലെ കർത്താവ് നിന്നോട് പറയുന്നു, യു ആർ ലക്കി, നീ ഭാഗ്യവാൻ.
കർത്താവിന്റെ ശബ്ദമില്ലാത്ത ആയിരക്കണക്കിന് വീടുകൾ നിന്റെ ചുറ്റുമുണ്ട്. ദൈവശബ്ദമില്ലാത്ത പ്രവാചക ശബ്ദം നിലച്ചുപോയ നിരവധി ആളുകൾ നിന്റെ ചുറ്റുമുണ്ട്. ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന പലരും നിന്റെ ചുറ്റും നിൽക്കുമ്പോൾ അനുദിനം ദൈവവചനത്തിലൂടെ കർത്തൃദാസന്മാരിലൂടെയുള്ള ദൈവശബ്ദങ്ങൾ കേൾക്കുവാൻ, പ്രവാചക ശബ്ദങ്ങൾ കേൾക്കുവാൻ നിനക്ക് ഭാഗ്യം ലഭിക്കുന്നെങ്കിൽ നീയാണ് ഭാഗ്യവാൻ. യു ആർ ലക്കി മാൻ. നീ ഇപ്പോഴും ദൈവശബ്ദത്തിലൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. ഇതാ ഈ മറിയയിൽ ഞാൻ കണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സ്തോത്രം. ഒന്ന്, ഞാൻ മറിയയിൽ കണ്ടത് അവളുടെ സമർപ്പണമാണ്. മറിയയുടെ സമർപ്പണമാണ്. സ്തോത്രം. അതാണ് നമ്മൾ വായിച്ച 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ മറിയ പറയുന്നത്. എന്താണ് പറയുന്നത്? ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നോക്ക്, ആഴത്തിലുള്ള സമർപ്പണം. ചോദ്യം ചെയ്യുകയല്ല അവിടെ, കേട്ട ദൂതനെ വിവേചിക്കുകയല്ല അവിടെ, പിന്നെ കേട്ട ദൈവശബ്ദത്തിന് മുന്നിൽ അവൾ സറണ്ടർ ചെയ്യുകയാണ്, അവൾ സമർപ്പിക്കുകയാണ്. ചില ആളുകൾ ദൈവശബ്ദം കേട്ടാൽ അതിനെ വിവേചിക്കാൻ നിൽക്കുകയും വിധിക്കാൻ നിൽക്കുകയും പിന്നെ കീറിമുറിക്കാൻ നിൽക്കുകയും ചെയ്യുകയാണ്. എന്നാൽ കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, കർത്താവിൻ്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന മറിയുടെ സമർപ്പണം ഇന്ന് രാവിലെ നമുക്കുണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കുഞ്ഞുങ്ങളുടെയോ ദേശക്കാരുടെയൊക്കെ വാക്കിന് കീഴ്പ്പെട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകുമെന്നൊരിക്കലും പറയാൻ കഴിയില്ല. എന്നാൽ സ്വർഗീയ രാജാവിൻ്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃപയെ ഉദരത്തിൽ ചുമക്കും. അതാ, നിങ്ങൾ കൃപയെ ചുമക്കുന്നവരാകും. നിങ്ങൾ ഈ തലമുറയിൽ മഹത്വം ചുമക്കുന്ന തലമുറയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആകയാൽ സമർപ്പിക്കപ്പെടുന്നവനെയാണ് ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. സമർപ്പിക്കപ്പെടുന്നവനെ കൊണ്ടാണ് കൃപ പകരുവാനുള്ളത്. സമർപ്പിക്കപ്പെടുന്നവന്റെ മേലാണ് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ ഉള്ളത്. കർത്താവ് യേശുക്രിസ്തു ഏറ്റവും വലിയ തെളിവാണ്. പിതാവിൻ്റെ ഹിതം പൂർണ്ണമായി അനുസരിപ്പാൻ സമർപ്പിക്കപ്പെട്ട പുത്രൻ. അതാ ഗതസമനത്തോട്ടത്തിൽ പറയുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് ആ പ്രാണവേദനയിൽ നിലവിളിച്ചിട്ട് യേശു പറയുക, അല്ലപ്പാ, ഈ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഹിതം പോലെ സംഭവിക്കട്ടെ. നോക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ ഹിതം മുഴുവൻ അനുസരിച്ച, പിതാവിൻ്റെ ഇഷ്ടത്തിനായി സമർപ്പിക്കപ്പെട്ട കർത്താവ് നമുക്കൊരു മാതൃകയായി തീരട്ടെ. ഇന്ന് രാവിലെ സമയം നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ഓപ്ഷനുകൾ മാറ്റിവെക്കുക, നിങ്ങളുടെ പരാതികൾ മാറ്റിവെക്കുക, നിങ്ങളുടെ കണ്ടീഷനുകൾ മാറ്റിവെച്ചിട്ട് അപ്പോൾ 2024 നീ എന്തെൻ്റെ മേൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് ചെയ്യാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വാക്കെന്തുമാകട്ടെ അതെൻ്റെ മേൽ നിവർത്തിക്കപ്പെടുവാൻ ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്നു എന്നൊരു സമർപ്പണത്തിലേക്ക് വരാൻ മറിയയുടെ ജീവിതത്തിൻ്റെ സമർപ്പണം നമുക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. മറിയയിൽ ഞാൻ കണ്ട ഒന്നാമത്തെ കാര്യം സമർപ്പണമാണ്. രണ്ടാമത്തെ കാര്യം, സമർപ്പിക്കപ്പെട്ട മറിയ വേർപെട്ട ആരാധനയിലേക്ക് പോയി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. സ്തോത്രം. പല ആളുകൾക്കും സമർപ്പണമുണ്ട്, പക്ഷെ വേർപെട്ട ആരാധനയില്ല. സമർപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് ആരാധിക്കുക. വേദപുസ്തകം പറയുന്നു, സമർപ്പിക്കപ്പെട്ടവർ വേർപെട്ട ആരാധനയിലേക്ക് വരണം. സ്തോത്രം. നോക്കുക, മറിയയുടെ ചരിത്രം സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, മറിയ വേർപെട്ട ആരാധനയ്ക്ക് വില കൊടുത്തു എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 39-ാമത്തെ വാക്യം. 39-ാമത്തെ വാക്യത്തിൽ, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്ന് സഖരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു എന്നാണ് പറയുന്നത്. നോക്കുക, ദൈവശബ്ദം കേട്ട മറിയ ദൂതിന്റെ മുന്നിൽ സമർപ്പിച്ചതിന് അനന്തരം എന്താ ചെയ്തേ?
അവൾ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്ന് എലിസബത്തിന്റെ അടുക്കൽ, സക്കരിയാവിന്റെ ഭാര്യ എലിസബത്തിന്റെ അടുക്കൽ ചെന്ന് അവളെ വന്ദിക്കുന്നതാണ് കണ്ടത്. നോക്കുക, ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെട്ട, ദൈവകൃപ പ്രാപിച്ച മറിയ, സ്തോത്രം, പിന്നെ ആ അക്ഷരത്തിന്റെ പഴക്കത്തിലുള്ള ആരാധനയിൽ നിന്ന് അവൾ കൃപ പ്രാപിച്ച എലിസബത്തുമായിട്ടുള്ള ഒരാത്മീക ആരാധനയ്ക്കായി യഹൂദിയ മലനാട്ടിലേക്ക് പുറപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഇവർ രണ്ടുപേരും കൂടെ കണ്ട ആത്മനിറവിലാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കിക്കേ, 41 വാക്യം വായിക്കുമ്പോൾ, മറിയയുടെ വന്ദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ യോഹന്നാൻ സ്നാപകൻ എന്ന പിള്ള എന്ത് ചെയ്തു? തുള്ളി എന്ന് പറയുന്നു. കൂടാതെ ഇന്നുവരെ പ്രവചിക്കാത്ത എലിസബത്ത് ആത്മാവിൽ പ്രവചിച്ച്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടാണ് പ്രവചിക്കുക. അതൊക്കെ ഭയങ്കരം. സ്തോത്രം. ഇവിടെ ആത്മനിറവ് സംഭവിച്ചു, ആരാധന സംഭവിച്ചു, പ്രവചന ശബ്ദം സംഭവിച്ചു. നോക്കിക്കേ, അപ്പോൾ സമർപ്പിക്കപ്പെട്ട മറിയ ദൂതന്റെ വാക്കിനെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു. അവൾ വേർപെട്ട ആരാധനയിലേക്ക് വരികയാണ്. ആ വേർപെട്ട ആരാധനയിൽ സംബന്ധിക്കുവാൻ അവൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോയി. കുഞ്ഞെ, നീ ചലിക്കാതെ വേർപെട്ട ആരാധന വരത്തില്ല, നീ എഴുന്നേറ്റ് പോകണം. സ്തോത്രം. ഇതാ എലിസബത്തുമായി ഒരു കൂട്ടായ്മ ആചരിക്കുമ്പോൾ അവിടെ ഒരു ആത്മനിറവുണ്ടാകുന്നു. പിള്ള തുള്ളുകയാണ്. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറയുന്നു. കൂടാതെ മറിയ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. നോക്ക, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സമർപ്പണം ആരാധനയിലേക്ക് മാറണം. നീ തനിച്ചേ ഉള്ളെങ്കിലും റൂമിനകത്തിരുന്നാലും ദൈവകരങ്ങളിലേക്കുള്ള നിന്റെ സമർപ്പണം ആത്മീക ആരാധനയിലേക്ക്, വേർപെട്ട ആരാധനയിലേക്കുള്ള വഴി വെട്ടിത്തുറക്കണം. അതാണ് ഒറിജിനൽ സമർപ്പണത്തിന്റെ ഗുണം. നിന്റെ സമർപ്പണം ജനുവിനാണെങ്കിൽ ആ സമർപ്പണം വേർപെട്ട ആരാധനയിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങളിലേക്ക്, പ്രവചന ശബ്ദത്തിന്റെ തലങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുമെന്നുള്ളതിൽ തർക്കമില്ല. സ്തോത്രം. മറിയയിൽ നമ്മൾ കാണുന്ന അടുത്ത സ്റ്റെപ്പ്, 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് നാം വരുമ്പോൾ, സ്തോത്രം, സമർപ്പിച്ച മറിയ, വേർപെട്ട ആരാധനയിലേക്ക് മാറിയ മറിയ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് കാണുന്നത്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ശേഷം മക്കളുണ്ട്, അതുകൊണ്ടാണ് ആദ്യജാതൻ എന്ന് പറയുന്നത്. ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, മറിയ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്, അവനെ പ്രസവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്നും, പൈശാചിക ബന്ധനത്തിൽ നിന്നും, ദാരിദ്ര്യങ്ങളിൽ നിന്നും ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ഹൃദയം തകർന്നവരുടെ മുറിവിനെ കെട്ടുവാൻ, ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ എന്ന് പറയുവാൻ, അന്ധകാരത്തിലിരിക്കുന്നവരോട് പുറത്തു വരുവിൻ എന്ന് പറയാൻ, ഇതാ ഒരുവൻ തന്നിൽ നിന്ന് പുറപ്പെടുകയാണ്, അവന് ലോകത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞെ, നിന്റെ സമർപ്പണം, നിന്റെ വേർപെട്ട ആരാധന അവിടെ കൊണ്ട് തീരരുത്. പകരം നിന്നിലൂടെ നിന്നെ വിടുവിച്ച നസ്രായനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. നിന്റെ വീടിന്റെ ചുറ്റുപാടുകളിൽ, നിന്റെ ദേശത്ത്, നീ ആയിരിക്കുന്ന ടെറിട്ടറിയിൽ സമർപ്പണത്തിലൂടെ, വേർപെട്ട ആരാധനയിലൂടെ നീ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. നീ അതിൽ എത്രമാത്രം വിശ്വസ്തനാണ്, നീ അതിൽ എത്രമാത്രം വിജയിച്ചിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരി സ്ത്രീ യേശു ക്രിസ്തുവിനെ മശികയായി കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ പട്ടണത്തിലേക്ക് ഓടി പട്ടണത്തോട് യേശുവിനെ കുറിച്ച്, മശികയെ കണ്ട കാര്യം പറയാൻ.
ഇതാ കർത്താവിന്റെ കൂടെ നടന്ന അന്ത്രയോസ് മശികയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഓടി വന്ന് തൻ്റെ വീട്ടിൽ ഓൺ ബ്രദറായിരിക്കുന്ന ശീമോനോട് പറയുന്നു, ഞാൻ മശികയെ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ 4 ഭിത്തിക്കകത്ത് നിന്ന് പ്രസംഗിക്കുകയും 4 ഭിത്തിക്കകത്ത് നിന്ന് പ്രസംഗം കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ എത്ര വളരെ ഗുരുതരമായ തെറ്റിലാണ് നാം പോകുന്നത് എന്ന് പറഞ്ഞാൽ, നാം സമർപ്പണമുള്ളവരാണ്, പക്ഷേ വേർപെട്ട ആരാധനയുള്ളവരാണ്. പക്ഷേ നാം പലപ്പോഴും മശികയെ വെളിപ്പെടുത്തുന്നില്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നില്ല. ഇന്ന് രാവിലെ നിന്റെ സമർപ്പണവും നിന്റെ വേറിട്ട ആരാധനയും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിന് മുഖാന്തരമാകട്ടെ. മറിയ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് കാണുന്നത്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, മറിയയെ യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ മറിയയുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ കടന്നു വരികയാണ്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര സുഖകരമായ കാര്യമല്ല യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവർക്ക് പ്രതികൂലമുണ്ട്, നിശ്ചയം. മറിയ ചില പ്രതികൂലങ്ങളെ നേരിടേണ്ടതായി വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് മറിയയ്ക്ക് വന്ന പ്രതികൂലങ്ങൾ? സ്തോത്രം. നിങ്ങൾ നോക്കിക്ക്, ഒരു വഴിയമ്പലത്തിൽ പോലും സ്ഥലം കിട്ടാത്ത അനുഭവം മറിയയ്ക്കുണ്ടായി. കൃപയെ ഉദരത്തിൽ ചുമന്നവൾക്ക് സമാധാനത്തോടെ പ്രസവിക്കാൻ പോലും ഒരു സ്ഥലം കിട്ടിയില്ല. ഹോ, നിന്നിൽ കൃപയുണ്ടോ? സംശയിക്കേണ്ട, പലയിടങ്ങളിലും വാതിൽ നിനക്കടയും. നിന്നിൽ കൃപയുണ്ടോ? നിന്നിൽ വാക്തത്വമുണ്ടോ? പലയിടത്തും നിന്റെ ചാൻസുകൾ അവസാനിക്കും. പക്ഷേ നീ ചുമക്കുന്ന കൃപ അതിനപ്പുറം നിനക്ക് തുറന്നു തന്നുകൊണ്ടേയിരിക്കും. നീ ചുമക്കുന്ന കൃപ നീ ചിന്തിക്കാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി ഓപ്പൺ ആക്കിക്കൊണ്ടേയിരിക്കും. നോക്കിക്കേ, കൃപയുള്ളവൾക്ക് വഴിയമ്പലത്തിൽ പോലും സ്ഥലമില്ലാത്ത ഒരവസ്ഥയുണ്ടായി. വലിയ പ്രതികൂലങ്ങൾ യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്ത മറിയയ്ക്ക് ഉണ്ടാകുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സാമുദായിക മണ്ഡലങ്ങൾ, രാഷ്ട്രീയ മണ്ഡലങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് അവൾക്കെതിരെ പോരാടി. വിവാഹത്തിന് മുമ്പേ ഗർഭവതിയായവൾ ദേശത്തിൽ സാമുദായിക മണ്ഡലങ്ങളും രാഷ്ട്രീയ മണ്ഡലങ്ങളും ഒരേ രീതിയിൽ അവൾക്കെതിരെ ശക്തമായി ചലിച്ചു എന്നുള്ളത് തർക്കമൊന്നുമില്ല. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാം. അവിടെ എന്താണ് പറയുന്നത്? ചില പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നു. താൻ പ്രസവിച്ച തലമുറയ്ക്ക് നേരെ ചില പ്രതികൂലങ്ങൾ ഉണ്ടാകുകയാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായി കണ്ട് നമസ്കരിക്കാൻ ചില വിദ്വാൻമാർ വരുന്നു. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഹെരോദാവ്, വിദ്വാൻമാരെ അവിടെ ചെല്ലുന്നത് കൊട്ടാരത്തിലാണ് ചെല്ലുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവന് ഇവിടെ. മറ്റൊരു രാജാവ് പിറന്ന വാർത്ത അറിഞ്ഞ് ഹെരോദാവും യെരുശലേമും ഒക്കെ ഭ്രമിച്ചെന്നാ പറയുന്നത്. അതെന്താ ഭ്രമിക്കാൻ കാര്യം? ഹെരോദാവേ, മറ്റൊരു രാജാവ് പിറന്നു, അവൻ താക്കോലുള്ളവനാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുള്ളവനാണ്, പാതാളത്തിന്റെ താക്കോലുള്ളവനാണ്. ഹെരോദാവ് ഭയന്നുപോയി. സ്തോത്രം. എവിടെയാണ് ക്രിസ്തു ജനിച്ചതെന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നോട് പറയാൻ വിദ്വാൻമാരോട് പറഞ്ഞു. കാര്യം കൊന്നുകളയാനാ. നോക്കി, യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത മറിയയ്ക്ക് നേരിടേണ്ടി വന്ന പ്രതികൂലങ്ങൾ: 1, വഴിയമ്പലത്തിൽ പോലും സ്ഥലം കിട്ടാതെ വന്നു. 2, ഇപ്പോൾ തന്നെ തലമുറയ്ക്ക് നേരെ ഒരു പോരാട്ടം കയറി വരികയാണ്. ഇല്ലാതാക്കാൻ, കൊന്നുകളയാനുള്ള പോരാട്ടം. കർത്താവിനോട് പറയുന്നു, നീ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ നിന്റെ തലമുറയ്ക്ക് നേരെ യുദ്ധം വരും. സ്തോത്രം. ആ യുദ്ധത്തെ ആത്മാവിൽ തകർത്ത് കളയാനുള്ള കൃപ പ്രാപിക്കാൻ ദൈവാത്മാവ് ആധികാരികമായി ഇടപെടുകയാണ്. സ്തോത്രം. നോക്കുക, ദൈവം എന്ത് ചെയ്തു? ഈ പ്രതികൂലങ്ങളുടെ നടുവിലൊക്കെ മറിയയ്ക്ക് സഹായമായി ദൈവത്തിന്റെ ദൂതനെയും പരിശുദ്ധാത്മാവിനെയും വളരെ വ്യക്തമായി കൂടെ നിർത്തിക്കൊടുത്തു. കർത്താവിനോട് പറയുന്നു, കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന നിനക്ക് പ്രതികൂലം ഉണ്ടാകുന്നുള്ളത് തർക്കമൊന്നുമില്ല, പക്ഷെ നിന്നെ സഹായിക്കാൻ ദൂതൻ നിന്റെ കൂടെ ഉണ്ടാകും.
നിന്നെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകും. പ്രതികൂലങ്ങളിൽ നീ ഒറ്റപ്പെട്ടു പോകത്തില്ല. പ്രതികൂലങ്ങളിൽ നീ തകർന്ന് തരിപ്പണമാകത്തില്ല. പകരം ദൈവം നിനക്ക് വേണ്ടി പുതിയ പുതിയ മേഖലകളെ ഒരുക്കുകയാണ്. നോക്ക്, സമർപ്പിക്കപ്പെട്ട മറിയ, വേർപെട്ട ആരാധന നയിച്ച മറിയ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ മറിയ ഇപ്പോൾ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞെൻ്റെ വാക്കിന് ഞാൻ വിരാമം കുറിക്കാം. പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ മറിയയ്ക്ക് അവൾ സമർപ്പിച്ചത് ആരുടെ മുമ്പിലാണോ, ആരെയാണോ അവൾ വേറിട്ട് ആരാധിച്ചത്, അവൾ മഷികയെ വെളിപ്പെടുത്തി കൊടുത്തത്, അതേ ദൈവം അവൾ നേരിട്ട പ്രതികൂലങ്ങൾക്കകത്ത് അവൾക്ക് വേണ്ടി വലിയ ഓപ്പണിങ് കൽപ്പിക്കുന്നതാണ് നമുക്ക് അഞ്ചാമതായി കാണാൻ കഴിയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയാമോ? സ്വദേശത്ത് പോരാട്ടം അനുഭവിച്ച മറിയയ്ക്ക് വിദേശത്ത് വാതിൽ തുറക്കുന്നൊരു ദൈവം. കർത്താവിനോട് പറയുന്നു, സ്വദേശത്തുണ്ടായ പോരാട്ടത്തിന്റെ നടുവിൽ വിദേശത്തൊരു വാതിൽ ദൈവം മറിയയ്ക്ക് തുറക്കുകയാണ്. ആരോടോ കർത്താവ് പറയുന്നു, വിദേശത്തൊരു വാതിൽ നിനക്ക് തുറക്കുന്നു. രാവിലെ വാ തുറന്ന് രാമയും പറഞ്ഞു, സ്വദേശത്ത് ചില പോരാട്ടങ്ങളെ നീ നേരിടുന്നെങ്കിൽ വിദേശത്ത് നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുന്നു എന്ന് ദൈവാത്മാവ് രാവിലെ ഇടപെടുന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോക. വിദേശത്ത്, കണ്ടോ, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കാൻ ഭാവിക്കുന്നു. നോക്കിക്കേ, 15-ാം വാക്യം കണ്ടോ. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവിന്റെ പ്രവാചകൻ അരുളി ചെയ്ത പ്രവചനത്തിൽ നിവർത്തി വന്നു. ഓ രക്തം ജയം! ഞാനിവിടെ എൻ്റെ വാക്കിന് കുത്തിടുകയാ. കർത്താവിനോട് പറയുന്നുണ്ടോ, സ്വദേശത്ത് തലമുറയ്ക്ക് നേരെ ഹെരോദാവിലൂടെ പോരാട്ടം വന്ന് തലമുറയെ നശിപ്പിക്കാൻ രാജ്യത്തിന്റെ ഭരണചക്രം ഉള്ളങ്കരങ്ങൾ തിരിക്കുന്ന ഹെരോദാവ് പദ്ധതി ഒരുക്കിയപ്പോൾ വിദേശത്തു വാതിൽ തുറന്ന് ദൈവം പറയുന്ന സമയം വരെ സ്റ്റേ ചെയ്യിപ്പിച്ച ദൈവത്തിന്റെ പദ്ധതി ഇന്നും തീർന്നു പോയിട്ടില്ലെങ്കിൽ ദൈവാത്മാവിനോട് പറയുന്നു, നിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി, നിന്റെ ഭാവിയുടെ സുരക്ഷതയ്ക്ക് വേണ്ടി കർത്താവ് നിനക്ക് വേണ്ടി വിദേശത്ത് വാതിൽ തുറക്കാൻ വേണ്ടി പോകുകയാണ്. ദൈവാത്മാവ് ആഴത്തിൽ ചിലരോട് ഇടപെടുകയാണ്. നീ പാർക്കുന്ന ദേശത്ത് ആത്മീകമായി ഭൗതികമായിട്ടുള്ള ഞെരുക്കങ്ങളിലൂടെ വലിയ യുദ്ധം നീ ദേശത്ത് അനുഭവിക്കുന്നെങ്കിൽ, സ്വദേശത്ത് വലിയ യുദ്ധം നീ അനുഭവിക്കുന്നെങ്കിൽ അധൈര്യപ്പെടണ്ട. ദൈവം നിന്നെ വിദേശത്തേക്ക് അയച്ച് സൂക്ഷിക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ വിദേശത്തേക്ക് അയച്ച് വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, മറിയെ പോലെ 1 ആഴമായി സമർപ്പിക്കാം, 2 സമർപ്പണം വേറിട്ട ആരാധനയിലേക്ക് പോകാം, 3 ക്രിസ്തുവിനെ വെളിപ്പെടുത്താം, 4 പ്രതികൂലങ്ങളുടെ നടുവിൽ അധൈര്യപ്പെടാതെ നിൽക്കാം, 5 നിന്റെ ദൈവം സ്വദേശത്തെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിനക്ക് വിദേശത്ത് വാതിൽ തുറക്കുന്ന ദൈവമാണ്. ഈ രാവിലെ സമയം ആ ദൈവത്തിന് ഹൃദയം തുറന്ന് ഒരു നല്ല ആമയും പറയാൻ എത്ര ദൈവമക്കൾ തയ്യാറാകുന്നുണ്ട്? ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് നൽകിയ വചനാധ്യാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ഈ വചനം ഇവരുടെ ഉള്ളത്തിൽ ഒരു കത്തലായി തീരട്ടെ. രാവിലെ ഒരു ദൈവിക സന്ദേശമായി, പ്രവചന ശബ്ദമായി ഇവർ ഏറ്റെടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിവരെ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി പിതാവിന്റെ ശക്തിയോടെ സ്തുതിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.
നമുക്ക് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് പ്രഭാത പ്രാർത്ഥന ഉണ്ടാകത്തില്ല. തിങ്കളാഴ്ച വീണ്ടും നമ്മൾക്ക് പ്രഭാത പ്രാർത്ഥന ഉണ്ടാകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഓൾ.